ഇന്ന് നമുക്ക് സ്റ്റോക്കിന്റെ ഫണ്ടമെന്റൽസ് എങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ സ്റ്റോക്കിന്റെ ബാലൻസ് ഷീറ്റ് ഒക്കെ നോക്കുമ്പോൾ ഉള്ള ഒരു കാര്യമാണ് റവന്യൂ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് എല്ലാ എക്സ്പെൻസസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റ്. ഒരു കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്താൽ മാത്രമേ കമ്പനിക്ക് ഗ്രോത്ത് ഉള്ളൂ. അപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ നമ്മൾ അത് അറ്റ്ലീസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട, കൂടി വരണ്ടെങ്കിൽ കൂടുതൽ നല്ലത് അറ്റ്ലീസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് നോക്കും. എല്ലാം നമ്മൾ സെയിൽസ് അല്ലെങ്കിൽ റവന്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ റവന്യൂ മൾട്ടിപ്ലൈഡ് ബൈ 100, അതാണ് പെർസെൻറ്റേജ്. ഇനി ലാസ്റ്റ് വരുന്നതാണ് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും കഴിഞ്ഞ് എല്ലാ ഇൻട്രസ്റ്റ് റേറ്റും എല്ലാം കഴിഞ്ഞിട്ടുള്ളതാണ്. ലാസ്റ്റ് വരുന്നതാണ് നെറ്റ് പ്രോഫിറ്റ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ നോക്കുന്നത് സെയിൽസും പിന്നെ ലാസ്റ്റ് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് മാർജിനും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ റവന്യൂ ഓർ സെയിൽസ്. സോ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ റവന്യൂ മൾട്ടിപ്ലൈഡ് ബൈ 100. ഇനി ഒരു എബിറ്റ. എബിറ്റ എന്ന് പറഞ്ഞാൽ ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് റേറ്റ് ടാക്സസ് എല്ലാം മുമ്പ് ഉള്ള ഏണിങ്സ് ആണ് എബിറ്റ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു കമ്പനി അക്വിസിഷൻ അതിനൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എബിറ്റ നോക്കുള്ളൂ. കാരണം ആ ഒരു കമ്പനി ഒരു ഡെപ്റ്റിലൊക്കെ ആണെങ്കിൽ നമ്മളത് അക്വിസിഷൻ ചെയ്യുമ്പോൾ ഏറ്റെടുക്കുമ്പോൾ അതിന്റെ ഈ ഇൻട്രസ്റ്റ് റേറ്റും അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനി നല്ല പ്രോഫിറ്റിൽ നടക്കുന്ന കമ്പനി ആയിരിക്കും. പക്ഷെ അവർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കാരണം അത് റൺ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എബിറ്റ നമ്മൾ എബിറ്റ നോക്കിയിട്ടാണ് സാധാരണ ഒരു കമ്പനി വാങ്ങുന്നത്. ഏറ്റവും കൂടുതൽ നോക്കുന്ന സംഭവമാണ് എബിറ്റ. അതുപോലെ തന്നെ PBT, പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, ഇതൊക്കെ കോമേഴ്സ് ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ ഇതൊക്കെ നോക്കണ ഓരോ റേഷ്യോകളാണ്. പിന്നെ റിട്ടേൺ ഓൺ ഈക്വിറ്റി. റിട്ടേൺ ഓൺ ഈക്വിറ്റി എന്ന് പറയുമ്പോൾ ഹൗ മച്ച് പ്രോഫിറ്റ് എ കമ്പനി ജനറേറ്റ്സ് വിത്ത് ദ മണി ഷെയർ ഹോൾഡേഴ്സ് ഹാവ് ഇൻവെസ്റ്റഡ്. അതായത് നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന മണിക്കുള്ള ഒരു റിട്ടേൺ തരുന്നുണ്ടോ എന്നുള്ള ഒരു റേഷ്യോ ആണ് ഇത്. ഇതും അറ്റ്ലീസ്റ്റ് ചെറുതായിട്ട് കൂടിക്കൊണ്ടിരിക്കുക എല്ലാ ക്വാർട്ടറിൽ അല്ലെങ്കിൽ ഇയർലി അറ്റ്ലീസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് വല്ലാതെ താഴ്ന്നു പോകാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ ഗ്രോത്ത് ഉള്ള കമ്പനികളിൽ റിട്ടേൺ ഈക്വിറ്റി ഒക്കെ അറ്റ്ലീസ്റ്റ് ഒരു മെയിൻറ്റെയിൻ ചെയ്ത് പോകും. അതുപോലെ തന്നെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്, ഇതും ഒരു കമ്പനി അതിന്റെ ക്യാപിറ്റൽ എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നുള്ളതിന് കാണിക്കാനുള്ള റേഷ്യോ ആണ് ROC. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റേഷ്യോ ആണ്. ഇതും അറ്റ്ലീസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ റിട്ടേൺ ഓൺ അസറ്റ് ROA, ഇത് ഹൗ എഫിഷ്യന്റ്ലി മാനേജ് ദെയർ അസറ്റ്സ്, അവർക്കുള്ള അസറ്റ്സ് എങ്ങനെയാണ് മാനേജ് ചെയ്യണമെന്ന് കാണിക്കുന്നതാണ് ROA. ഇത് ഇൻക്രീസ് ചെയ്യണം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ഡെപ്റ്റ് ടു ഈക്വിറ്റി റേഷ്യോ, അപ്പൊ ഇതൊരിക്കലും കൂടാൻ പാടില്ല. അത് ചിലവരൊക്കെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഒരുപാട് ലോൺ എടുത്തിട്ട് അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യാൻ നോക്കുമ്പോൾ ആദ്യം നന്നായിട്ട് ബിസിനസ് റൺ ചെയ്യും. പക്ഷെ ഡെപ്റ്റ് കൂടി വരുമ്പോൾ ഒരു സ്റ്റേജ് എത്തുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പൊ ഇതൊരു സ്റ്റേജിലും കൂടിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം കമ്പനി അധികം കഴിയാണ്ട് ക്ലോസ് ആവും. അപ്പൊ ഇത് അറ്റ്ലീസ്റ്റ് കുറഞ്ഞു വരണം, അല്ലെങ്കിൽ കൂടാൻ പാടില്ല ഒരിക്കലും. അത് തുടക്കത്തിൽ ഉണ്ടായതിനേക്കാളും കൂടി വരാണ്. ഇതും നല്ലോണം നോക്കണം. പിന്നെ ഇതുപോലെ തന്നെ കമ്പനിയിൽ ഏറ്റവും അധികം നോക്കുന്ന ഒരു കാര്യമാണ് EPS, ഏർണിംഗ് പെർ ഷെയർ. അതായത് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർ. ഒരു ഷെയറിൽ ഉള്ള നെറ്റ് പ്രോഫിറ്റിനെയാണ് EPS എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം P എന്ന് പറയും. P എന്ന് പറഞ്ഞാൽ CMP എന്ന് വെച്ചാൽ കറന്റ് മാർക്കറ്റ് പ്രൈസ്. അതിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആ സ്റ്റോക്കിന്റെ പ്രൈസ് ആണ് CMP. CMP ഡിവൈഡഡ് ബൈ EPS ആണ് P/E. അതായത് പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾ എന്നാണ് ഇതിനെ പറയുന്നത്. പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾ നമുക്ക് ഇത് കണ്ട ഈ ഫോർമുലയിൽ നമുക്ക് മനസ്സിലാവും CMP ഈക്വൽ ടു, അതായത് കറന്റ് മാർക്കറ്റ് പ്രൈസ് ഈക്വൽ ടു P/E മൾട്ടിപ്ലൈഡ് ബൈ EPS. അപ്പോൾ ഈ EPS എന്ന് പറയുന്നത് ഏർണിംഗ് പെർ ഷെയർ ഒരു ക്വാർട്ടറിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് നെക്സ്റ്റ് ക്വാർട്ടറിൽ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്ന വരെ അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോ ഈ CMP മാറുന്നതിന്റെ അനുസരിച്ചിട്ട് Pയും മാറിക്കൊണ്ടിരിക്കും.
അപ്പൊ PE എന്ന് പറയുന്നത് നമുക്ക് തരുന്നത് എന്താ, മൾട്ടിപ്പിൾ ഓഫ് EPS, അതായത് ഹൗ മച്ച് മാർക്കറ്റ് വില്ലിംഗ് ടു പേ ഫോർ കമ്പനീസ് ഏണിങ്സ്. ഈ ഏണിങ്സിന്റെ എത്ര മൾട്ടിപ്പിൾ ആയിട്ടാണ് ഇപ്പൊ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് കാണിക്കുന്ന നമ്പറാണ് P/E. ഇപ്പൊ ഇത് PE ഹൈ ആവുന്നവരും മാർക്കറ്റ് നമ്മൾക്ക് കൂടുതൽ പേ ചെയ്യുന്നുണ്ട്. എപ്പോഴും നമ്മൾ മാർക്കറ്റ് കറക്റ്റ് ചെയ്യുമ്പോൾ ഈ P/E കുറയും. കാരണം ആ ക്വാർട്ടറിൽ EPS കോൺസ്റ്റന്റ് ആയിരിക്കും. ഇപ്പൊ കറണ്ട് മാർക്കറ്റ് പ്രൈസ് കുറഞ്ഞ് P/E ഓട്ടോമാറ്റിക്കലി കുറയും. ഇപ്പോ എപ്പോഴും കമ്പനികൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ P/E കുറഞ്ഞിരിക്കുന്ന സമയത്താണ് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പം പിയർ ഗ്രൂപ്പ് കമ്പാരിസൺ ചെയ്യണം. എക്സാമ്പിൾ പറയണമെങ്കിൽ ഒരേ ഗ്രൂപ്പിലുള്ള കമ്പനികൾ, എക്സാമ്പിൾ ആക്സിസ് ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക്, ആക്സിസ് ബാങ്ക് അല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക്, ഇങ്ങനെയുള്ളതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ P/E കുറഞ്ഞത് നോക്കിയിട്ട് ബൈ ചെയ്യും. അപ്പൊ കുറച്ച് നാൾ കഴിയുമ്പോൾ P/E ഓട്ടോമാറ്റിക്കലി ആ ഗ്രൂപ്പിലുള്ള മറ്റു കമ്പനികൾ ഇത്രയും P/യിലാണ് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റു ഈ കമ്പനികളും ഈ കമ്പനി മതിയും കഴിയാണ്ട് ആ P/Eക്ക് വരും, ഓട്ടോമാറ്റിക്കലി ഇതിന്റെ പ്രൈസ് കൂടും. അപ്പൊ P/E കുറഞ്ഞ സ്റ്റോക്കുകളാണ് ട്രേഡ് ചെയ്യേണ്ടത്. പക്ഷെ P/E എന്തുകൊണ്ട് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പനി പെർഫോം ചെയ്യാതെയും ഈ P/E കുറഞ്ഞിരിക്കാം. പക്ഷെ കമ്പനി പെർഫോം ചെയ്യുന്നുണ്ട്, പക്ഷെ സ്റ്റോക്ക് മാർക്കറ്റ് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. അങ്ങനെ വരുമ്പോൾ P/E കുറഞ്ഞിട്ട് അത് ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ടൈം ടു ഇൻവെസ്റ്റ്. അതുപോലെ തന്നെ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ റെഫേഴ്സ് ടു ടോട്ടൽ എമൗണ്ട് ഓഫ് കമ്പനി വുഡ് വർത്ത് ഇഫ് ലിക്വിഡേറ്റഡ്. അതായത് എൻ്റെ ലയബിലിറ്റീസും ഒക്കെ കഴിച്ചിട്ട് നമ്മൾ അതിനെ സെല്ല് ചെയ്താൽ കിട്ടുന്ന വാല്യൂ, അതാണ് ഇത് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ബാങ്കുകൾക്കാണ് യൂസ്ഫുൾ ആയത്. പ്രൈസ് ടു ബുക്ക് വാല്യൂ, P/PB എന്ന് പറയുന്ന ഒരു റേഷ്യോ ഉണ്ട്. അത് ബാലൻസ് ഷീറ്റിൽ നമുക്ക് കിട്ടും. അത് P/PB ലെസ് ദാൻ 1 ഒക്കെ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ഇൻ ബാങ്ക്സ്. ഇപ്പൊ ഏത് സംഭവം നമ്മൾ നല്ലതാണെന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് അത് കുറഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ബാലൻസ് ഷീറ്റിലും ഇതൊക്കെ വെച്ച് നമ്മൾ നോക്കിയിട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇത് നമുക്ക് കിട്ടുന്ന വെബ്സൈറ്റുകളുണ്ട്. ഈ വെബ്സൈറ്റുകളിൽ നോക്കിയിട്ട് നമുക്ക് ഇത് എങ്ങനെയാണ്, അതായത് ഫിനാൻഷ്യൽസ്, കമ്പനിയുടെ ഫിനാൻഷ്യൽസ് എങ്ങനെ ചെക്ക് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. സൈറ്റാണ് BSE India. ഇത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഉണ്ടോ. ഇതിലൂടെ ഈ കോഡ്സിൽ നമുക്ക് ഏതാണ് കമ്പനി എന്നുണ്ടെങ്കിൽ അത് സെർച്ച് ചെയ്യും. അപ്പൊ ഞാൻ BDയിലാണ് എടുക്കുന്നത്. ഈ ഉടനെ നന്നായിട്ട് അപ്സൈഡ് പോയ സ്റ്റോക്ക്, ഒരു ബ്രേക്ക് ഔട്ട് പോയ സ്റ്റോക്കാണ്. അതിലൂടെ ഉണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓപ്പൺ, ഹൈ, ലോ, ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ പറഞ്ഞ പോലെ മാർക്കറ്റ് ക്യാപ്പ്, PE, PB, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഇതില് നമുക്ക് ഫിനാൻഷ്യൽസ് എന്നുള്ള കോളെടുക്കാം. ഫിനാൻഷ്യൽസ് എടുക്കാം. ഇതില് റിസൾട്ട്. അപ്പൊ ഇതില് നമ്മൾ നോക്കേണ്ടത് ഏതെന്ന് വെച്ചാൽ ഫസ്റ്റ് റവന്യൂ കൂടെ ഉണ്ടെങ്കിൽ എപ്പോഴും നല്ലതാണ്. എപ്പോഴും നമ്മൾ കമ്പയർ ചെയ്യുക സെയിം ക്വാർട്ടർ. ഇപ്പൊ ഡിസംബർ ക്വാർട്ടർ ആണെങ്കിൽ ഡിസംബർ 22 ക്വാർട്ടറും ഇപ്പൊ 23 ഒരേ ടൈപ്പ് ക്വാർട്ടർ ചെക്ക് ചെയ്യാം. പിന്നെ അറ്റ്ലീസ്റ്റ് പിന്നെ ഇത് അതർ ഇൻകം ചില സമയത്ത് നമ്മളുടെ ടോട്ടൽ ഇൻകം കൂടിയിട്ടുണ്ടാവും, പക്ഷെ റവന്യൂ കൂടി ഉണ്ടാവില്ല. അതത്ര നല്ലതല്ല. കാരണം അതർ ഇൻകം എന്ന് പറയുന്നത് അവർക്കൊരു ലാൻഡ് സെയിൽ ചെയ്താലും അതർ ഇൻകത്തില് കാണിക്കാൻ പറ്റും. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ക്വാർട്ടറിൽ മാത്രമേ അത് ഉണ്ടാവുള്ളൂ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ എക്സ്പെൻഡിച്ചർ കൂടണുണ്ടോ, ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ അവർ കുറച്ച് കൊണ്ടുവരുന്നുണ്ടോ, അത് കൂടാണോ, ഇൻട്രസ്റ്റ് റേറ്റ് കൂടണമെങ്കിൽ അവർ കൂടുതൽ ലോൺ എടുക്കുന്നുണ്ട്, അങ്ങനത്തെ അതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് മൈനസ് ആവുന്നുണ്ടോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാല് കോർ ബിസിനസ് ആണ്. കോർ ബിസിനസിന്റെ കാണിക്കുന്നതാണ് ഓപ്പറേറ്റിംഗ് മാർജിൻ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ. അപ്പൊ ഇതൊക്കെയാണ് ഇതിൽ നമ്മൾ നോക്കേണ്ടത്. പിന്നെ ഇതാണ് ആനുവൽ ട്രെൻഡ്സ് എന്ന് പറയുന്നത് ഇയർലി ട്രെൻഡ്. ആനുവൽ ട്രെൻഡ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ കാണിക്കുന്നത് ഈ ക്വാർട്ടർലിക്ക് പകരം ഇയർലി വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ കാണിക്കുന്നതാണ്. പിന്നെ ഇതിലാണ് ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കോർപ്പറേറ്റ് ഗവർണൻസ്, പിന്നെ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ, അതൊക്കെ ആനുവൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ വരുന്നതാണ്.
പിന്നെ ഇവിടെ പിയർ ഗ്രൂപ്പ് കമ്പാരിസൺ എന്ന് പറഞ്ഞത് എപ്പോഴും നമ്മളൊരു പിയർ ഗ്രൂപ്പ് കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ സെയിം സെക്ടറിൽ ഇതുപോലെയുള്ള മറ്റു കമ്പനികൾ ഏതാണോ അപ്പൊ അതിലെങ്ങനെയാണ് പാറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിന് കൂടുതലുണ്ടോ അപ്പൊ ഇതില് അതുപോലെ എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഇവിടെ പിയർ ഗ്രൂപ്പ് കമ്പാരിസൺ പറഞ്ഞത് ഈ കമ്പനിയാണ് പക്ഷെ ശരിക്കും പറഞ്ഞ VDL പിയർ ഗ്രൂപ്പ് കമ്പാരിസൺ പറഞ്ഞത് NMDC കോൾ ഇന്ത്യ പോലത്തെയാണ് അപ്പൊ വേറെ വെബ്സൈറ്റുകളിൽ പല വെബ്സൈറ്റുകളിൽ നോക്കാം പിയർ ഗ്രൂപ്പ് കമ്പാരിസൺ അത് നമ്മൾക്ക് ആ കമ്പനികളെ ഐഡന്റിഫൈ ചെയ്ത് ഈ വെബ്സൈറ്റിൽ തന്നേക്കണ പിയർ ഗ്രൂപ്പ് കമ്പാരിസൺ എപ്പോഴും സെയിം ആവണമെന്നില്ല അതുകൊണ്ട് വേറെ പല സൈറ്റുകളിൽ നോക്കാം ഇനി ഇതുപോലെ തന്നെ മറ്റൊരു സൈറ്റാണ് മണി കൺട്രോളിൽ ഉണ്ട് മണി കൺട്രോൾ മണി കൺട്രോളിലെ കോഡ്സിൽ സെയിം കമ്പനി എടുത്ത് നോക്കാം ഇതിന് ലാസ്റ്റിലേക്ക് വരാം അപ്പൊ ഫിനാൻഷ്യൽസ് കാണാം കണ്ടോ ഇവിടെ ലാസ്റ്റ് കോഡ്സില് നെയിം അടിച്ചിട്ട് ഏറ്റവും താഴത്തോട്ട് വന്നു കഴിയുമ്പോൾ ഫിനാൻഷ്യൽസ് ഇതിൽ കണ്ടോ ഇതിൽ നമുക്ക് എല്ലാം സെപ്പറേറ്റ് കിട്ടും ബാലൻസ് ഷീറ്റ് കറന്റ് ലയബിലിറ്റി ഇങ്ങനത്തെ കാര്യങ്ങൾ ഓരോന്നായിട്ട് സെപ്പറേറ്റ് നമുക്ക് കിട്ടും ഡെപ്തിൽ നോക്കണമെങ്കിൽ അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി അതേവരെന്ത് ചെയ്യുന്നത് അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വരുന്നതാണ് പിന്നെ ഇവിടെ കണ്ട റേഷ്യോസ് ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ റേഷ്യോസും നോക്കേണ്ടത് ബുക്ക് വാല്യൂ പിന്നെ ഡിവിഡൻഡ് സെയിൽസ് വാല്യൂ പിന്നെ ROE ROC ഇതിൽ റിട്ടേൺ റേഷ്യോസ് അതിലാണ് നമുക്ക് റിട്ടേൺ ഓൺ നെറ്റ്വർക്ക് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് റിട്ടേൺ ഓൺ അസറ്റ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇതിൽ നോക്കുമ്പോൾ ഉണ്ടാകും ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഒരു കമ്പനീനെ അനലൈസ് ചെയ്യുന്നത് നമ്മുടെ ഫിനാൻഷ്യൽസ് കിട്ടാൻ പറ്റിയ വേറൊരു സൈറ്റാണ് screener.in ഇതിൽ സെർച്ച് ചെയ്യുന്ന കമ്പനി കൊടുക്കാം ഇതിലുണ്ട് ഇതിൽ എല്ലാം ഒരു ഒറ്റ പേജിൽ തന്നെ കിട്ടും പിയർ ഗ്രൂപ്പ് കമ്പാരിസൺ ഇവിടെ വരുന്നത് കോൾ ഇന്ത്യ NMDC ഇതൊക്കെയാണ് ഓരോ വെബ്സൈറ്റ് എടുക്കുമ്പോഴും ഈ പിയർ ഗ്രൂപ്പ് കമ്പാരിസണിൽ ഡിഫറൻസ് ഉണ്ടാവും അപ്പൊ ഏതാണ് നമുക്ക് കൂടുതൽ നന്നായിട്ട് തോന്നണെന്ന് വെച്ചാൽ അത് ആ കമ്പനികൾ നോക്കിയിട്ട് അതുമായിട്ട് കമ്പയർ ചെയ്യും പിന്നെ ഇതിൽ ക്വാർട്ടർലി റിസൾട്ട് പ്രോഫിറ്റ് കണ്ട ഇതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എല്ലാം നമുക്ക് ഒറ്റ പേജിൽ തന്നെ കിട്ടും പിന്നെ റേഷ്യോസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒറ്റയടിക്ക് തന്നെ ഒറ്റ പേജിൽ തന്നെ കിട്ടും പിന്നെ ഇതിൽ കിട്ടുന്ന വേറൊരു കാര്യമാണ് ഫിനാൻഷ്യൽ ആനുവൽ റിപ്പോർട്ട് ഇതിൽ നമ്മൾക്ക് ആനുവൽ റിപ്പോർട്ട് നോക്കാൻ പറ്റും ഇതിലുണ്ട് ഇതിൽ ആനുവൽ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇതില് ഈ ആനുവൽ റിപ്പോർട്ടിന്റെ പേജിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഇതെല്ലാം നമുക്ക് നോക്കേണ്ട കാര്യമില്ല അപ്പൊ 80% 20% റൂളും അതായത് നമ്മുടെ ഒരു ബുക്കില് 20% മാത്രമേ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുള്ളൂ ബാക്കിയുള്ള 80% നമുക്ക് അത്ര ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് മെയിൻ ആയിട്ടുള്ള 20% മാത്രമാണ് നമുക്ക് യൂസ്ഫുൾ അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഏതൊക്കെയാണ് ഈ ആനുവൽ റിപ്പോർട്ടിന്റെ പേജിൽ നമുക്ക് ആവശ്യമുള്ള പേജുകൾ മെയിൻ ആയിട്ടുള്ള പേജുകൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏതെന്ന് നമുക്ക് നോക്കാം ഇതിലുണ്ടോ ഫസ്റ്റ് ഫ്യൂ പേജിൽ ബിസിനസ് ഇൻഫർമേഷൻ അതായത് ഏത് മോഡൽ ഇൻഡസ്ട്രി ഏതാണ് ഹിസ്റ്ററി അവരുടെ പ്രൊഡക്ട്സ് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഇങ്ങനത്തെ കാര്യങ്ങൾ രണ്ടാമത്തേതിൽ കോർപ്പറേറ്റ് ഇൻഫർമേഷൻ എന്നുള്ള പേജിലാണെങ്കിൽ മാനേജ്മെന്റിന്റെ കാര്യങ്ങൾ CFO അങ്ങനത്തെ കാര്യങ്ങൾ
പിന്നെ ചെയർമാൻസ് ലെറ്റേഴ്സ്. അപ്പൊ ആ ചെയർമാന്റെ വ്യൂ, അവരുടെ ഇൻസൈറ്റ്, ഇൻഡസ്ട്രീനെ കുറിച്ച്, ആ ബിസിനസിനെ കുറിച്ചുള്ള ഇൻസൈറ്റ്സ് ഒക്കെയാണ് ചെയർമാൻസ് ലെറ്റർ എന്നുള്ളത്. ചെയർമാൻസ് ലെറ്റർ എന്നോ അല്ലെങ്കിൽ മെസ്സേജ് എന്നോ അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ ബോർഡ്സ് ഓഫ് ഡയറക്ടേഴ്സ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു പേജില് ഇത് അവരുടെ സബ്സിഡിയറി, സാലറി, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഷെയർ ഹോൾഡിംഗ് ഇൻഫർമേഷൻ, റിപ്പോർട്ട്സ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ്, പിന്നെ മാനേജ്മെന്റ് ഡിസ്കഷൻ. ഇതില് മാനേജ്മെന്റ് അവര് വന്നിട്ട് ഇതിനെ കുറിച്ചുള്ള ഡിസ്കഷനും അവരുടെ അനാലിസിസ് അതാണ്. പിന്നെ മെയിൻ ആയിട്ടുള്ള നമ്മളെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ക്യാഷ് ഫ്ലോ, ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഇതിൽ കോൺസെൻട്രേറ്റ്. കാരണം ഇതൊക്കെ ഒരു tedious പ്രോസസ്സാണ്. അപ്പൊ നമ്മള് കമ്പനി ആദ്യമായിട്ട് ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഇതൊക്കെ നോക്കിയാൽ നല്ലതാണ്. എന്നിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യാം. അപ്പൊ ഫണ്ടമെന്റല് ഇത് വെച്ചിട്ട് ഡിസൈഡ് ചെയ്തിട്ട് പിന്നെ ടെക്നിക്കൽ അനാലിസിസ്, അതായത് ചാർട്ടിങ് ടെക്നിക്സ് വെച്ചിട്ട് അതിന് ട്രേഡ് ചെയ്യും. അപ്പൊ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളിൽ ട്രേഡ് ചെയ്താൽ അത് ഒരിക്കലും ആ കമ്പനി ക്ലോസ് ചെയ്ത് പോകില്ല. അപ്പൊ ഇങ്ങനത്തെ ഫണ്ടമെന്റൽസ് ഒക്കെ നോക്കാം. ബാലൻസ് ഷീറ്റിൽ നമുക്ക് അസറ്റും ലയബിലിറ്റീസും ഈക്വിറ്റീസും ആണ് കാണിക്കുക. അപ്പൊ അസറ്റ് എന്ന് പറയുമ്പോൾ അതില് കറണ്ട് അസറ്റ് ആണ് കൂടുതൽ ഉണ്ടാവുക. അതായത് കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ അതിൽ പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പറ്റിയ അസറ്റുകളാണ്. അതായത് ക്യാഷ് ഓർ ക്യാഷ് ഇക്വലന്റ്. ഈ നോൺ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് ലോങ് ടൈമിലേക്കാണ് നമുക്കത് യൂസ്ഫുൾ ആവുള്ളൂ. പെട്ടെന്ന് വിൽക്കാനോ അങ്ങനത്തെ ഒന്നും പറ്റില്ല. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ, കറണ്ട് ലയബിലിറ്റീസ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇതില് ഉണ്ടാവുക ബാലൻസ് ഷീറ്റില്. ഇനി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാവുന്ന കാര്യങ്ങള് കണ്ടോ, കണ്ടെയ്ൻസ് ക്യാഷ് ഇൻഫ്ലോ, ക്യാഷ് ഔട്ട്ഫ്ലോ. അപ്പൊ ഏതൊക്കെയാണ് ക്യാഷ് വന്നത്, ക്യാഷ് ഇത് നെറ്റ് ക്യാഷ് എത്രയുണ്ട്, പിന്നെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, അതിൽ നിന്ന് ഉണ്ടാവുന്ന ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, പിന്നെ എത്ര ഫ്രീ ക്യാഷ് ഉണ്ട്. ഒരു കമ്പനിക്ക് എപ്പോഴും ഫ്രീ ക്യാഷ് കൂടുതൽ ഉണ്ടായാൽ മാത്രമേ പെട്ടെന്ന് കാര്യങ്ങൾ നീക്കാൻ പറ്റും. അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്, അതില് റവന്യൂ, എക്സ്പെൻസസ് ഇതൊക്കെയാണ് കാണിക്കുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് എങ്ങനെയാണ്, റവന്യൂ ഫ്രം നോൺ ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ്. അപ്പൊ ഓപ്പറേഷണൽ ആക്ടിവിറ്റീസിനാണ് എപ്പോഴും കൂടുതൽ നമുക്ക് റവന്യൂ ഉണ്ടാവുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിലുണ്ടാവും. ഒരു കമ്പനീനെ അനലൈസ് ചെയ്യാനുള്ള 2 ടൈപ്പ് അനാലിസിസ് ആണ്, ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ് നമ്മൾ പറഞ്ഞ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റും. അതായത് ന്യൂമറിക്കൽ ഫിഗേഴ്സ് വെച്ചിട്ട് സെയിൽസ് എത്രയുണ്ട്, സെയിൽസ് ക്ലോജർ, അത് വെച്ചിട്ട് ചെയ്യുന്ന അനാലിസിസ് ആണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. ഇനി ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാല് നമ്മള് ഒരു ഇതിനെ ജഡ്ജ് ചെയ്യുമ്പോൾ അവരുടെ മാനേജ്മെന്റ് എങ്ങനെയാണ്, അവരുടെ ഒരു ക്വാളിറ്റി വെച്ചിട്ട്. ഇപ്പൊ ടാറ്റ ഗ്രൂപ്പ് നമുക്കൊരു നല്ല മാനേജ്മെന്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. ഒരു ടാറ്റ ഗ്രൂപ്പ് അതൊക്കെ വെച്ചിട്ട് അവര് നമ്മൾക്ക് എന്തായാലും ഒരു ക്വാളിറ്റി ഉള്ളൊരു മാനേജ്മെന്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് അനലൈസ് ചെയ്യുന്നതാണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. ഇപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ചെയ്തു നോക്കാം. നമ്മളൊരു കമ്പനീനെ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം പല കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പൊ എക്സ്പെർട്സിന്റെ ഒപ്പീനിയൻ എടുക്കാം, ത്രൂ ജേർണൽസ് വെച്ചിട്ടോ എന്താ പറയാ വെബ്സൈറ്റുകൾ വെച്ചിട്ടൊക്കെ എക്സ്പെർട്സിന്റെ ഒപ്പീനിയൻ എടുക്കാം. പിന്നെ സ്ക്രീനേഴ്സ്, സ്റ്റോക്ക് സ്ക്രീനേഴ്സ് എന്ന് വെച്ചാൽ സർട്ടൻ കണ്ടീഷൻസ് വെച്ചിട്ട്, സർട്ടൻ ഡാറ്റ വെച്ചിട്ട്, കണ്ടീഷൻസ് വെച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്തിട്ട് അതെടുക്കാം. സ്ക്രീനേഴ്സ് വഴിക്ക് screener.in വല്ല അതുപോലത്തെ വെബ്സൈറ്റ് വഴിക്ക് എടുക്കാം. പിന്നെ സർക്കിൾ ഓഫ് കോമ്പറ്റൻസിലുള്ളത് നോക്കിയെടുക്കാം. പിന്നെ നമുക്കൊരു ജനറൽ ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ, ഒരു വാരൻ ബഫറ്റ് പണ്ട് ആദ്യമായിട്ട് കൊക്കോള ടേസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അതിന്റെ ഒരു വാല്യൂ മനസ്സിലായിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തു. അതുപോലെ നമ്മൾക്ക് അതിന്റെ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ഒരു കമ്പനി തുടങ്ങുമ്പോൾ ആ ഒരു ജനറൽ ഇൻഫോർമേഷൻ, അപ്പൊ ഇപ്പൊ ടെസ്ല വന്നു, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ഒരു പുതിയൊരു ടെക്നിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് നന്നായി വരും. അങ്ങനെയുള്ള ഒരു ഒബ്സർവേഷൻസ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ മൾട്ടിപ്ലെക്സ് തിയേറ്റേഴ്സ് ഫസ്റ്റ് ടൈം വന്നപ്പോ അതാവും ഇനിയുള്ള ഒരു കാലത്ത് വരാനുള്ള, അങ്ങനെയുള്ള ജനറൽ ഒബ്സർവേഷൻസ് വെച്ചിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ കൂടുതൽ റീഡിങ് സ്കിൽ ഉള്ളവർക്ക് ഇതൊക്കെ കുറച്ചും കൂടി ഈസി. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കമ്പനികൾ കണ്ടുപിടിച്ചെങ്കിലും അതിനെ ഒന്നൊരു നമ്മുടേതായ ഒരു അനാലിസിസ് ചെയ്തിട്ട് വേണം
നമുക്ക് ഫർദർ പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി. പിന്നെ വാല്യുവേഷൻ ആൻഡ് ഡിസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് ജാതി വാല്യുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ PE ലെവൽ കുറഞ്ഞ ഒരു മാർക്കറ്റ് കറക്റ്റ് ചെയ്യുമ്പോൾ മിക്ക സ്റ്റോക്കുകളുടെയും PE ലെവൽ കുറയും. അതല്ലെങ്കിൽ ചിലപ്പോൾ നല്ലൊരു കമ്പനിയിൽ ഒരു നെഗറ്റീവ് ന്യൂസ് വരുമ്പോൾ അതിന്റെ വാല്യൂ വളരെ PE ലെവൽ കുറഞ്ഞിരിക്കും. അതേസമയം കമ്പനി നല്ലതായതുകൊണ്ട് അത് വീണ്ടും ആ കമ്പനി വീണ്ടും ഉയർന്നു വരും. അപ്പൊ ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യണതാണ് നമ്മൾ വാല്യൂ ഇൻവെസ്റ്റ്മെന്റ്. അതായത് ഐഡന്റിഫൈ അണ്ടർ വാല്യൂഡ് സ്റ്റോക്ക്. അല്ലെങ്കിൽ ചില സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ നല്ല കമ്പനി ആയിരിക്കും. ആ സെയിം സെക്ടറിലുള്ള മറ്റ് ഇതേപോലത്തെ കമ്പനികളൊക്കെ നന്നായിട്ട് ഗ്രോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിന് ഗ്രോത്ത് ഉണ്ട്, പക്ഷെ ആരും ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. അങ്ങനത്തെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണതാണ് വാല്യൂ ഇൻവെസ്റ്റിംഗ്. ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി സ്റ്റോക്ക് പ്രൈസ് ഹൈ ആയിരുന്നാൽ ഇപ്പൊ HUL അങ്ങനത്തെ കമ്പനി ഇനിയും ഫർദർ ഗ്രോത്ത് ഉണ്ട്, ഇനിയും അത് എന്തായാലും ഒരു ഗ്രോത്ത് ഉണ്ടാവും. ആ രീതിയിൽ അപ്പൊ നമ്മൾ വാല്യൂ ഹൈ ആയാലും നോട്ട് ബോതേർഡ്. മാർക്കറ്റ് ഹൈ പ്രൈസിലാവാം, മാർക്കറ്റ് ചിലപ്പോ ഒരു പീക്കിലാവാം, എന്നാലും നമ്മൾ അതിനൊരു ഈ കമ്പനിയിൽ ഇനിയും ഒരു ഫർദർ ഗ്രോത്ത് ഉള്ള ഒരു കമ്പനിയാണെന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ നോട്ട് ബോതേർഡ് അബൌട്ട് ദ പ്രൈസ്. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ അത് ചെയ്യുക. അപ്പൊ ഇതുപോലെ തന്നെ ഇതിനൊക്കെ ഉള്ള ഓരോ മോഡലുകളാണ് DCF മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ മോഡലുകളൊക്കെ ഉണ്ട്. ഇപ്പൊ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തെടുക്കുക. അപ്പൊ അതൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങള്, ഫണ്ടമെന്റൽ ആയിട്ടുള്ള നമ്മുടേതായ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നെ ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട് നമുക്ക് ചാർട്ട് വെച്ചിട്ട് നമുക്ക് അതിനെ എപ്പോൾ ബൈ ചെയ്യണം, എൻട്രി എപ്പോൾ, എക്സിറ്റ് എപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇനിയും കുറച്ചും കൂടി ഡീറ്റെയിൽഡ് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് തുടങ്ങാം. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ ചാർട്ടിങ് ടെക്നിക്സ്. അപ്പൊ അത് എന്റെ സബ്ജക്ട് മാത്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ അനാലിസിസ് കൂടുതലും ഞാൻ യൂസ് ചെയ്യാറ്. അപ്പൊ അത് ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് അത് ചെയ്യാം.